അരി കുതിർക്കണ്ട, അരയ്ക്കണ്ട, അരിപ്പൊടി വേണ്ട. അരമണിക്കൂറിനുള്ളിൽ ഗോതമ്പ് പൊടി കൊണ്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ആപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏറ്റൊക്കെ നല്ല മുരിഞ്ഞു വരും, നടുവിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. സാധാരണ ഗോതമ്പ് പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കുമ്പോൾ ഒട്ടണ പോലെ ഉണ്ടാവും എന്ന് പറയില്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി, ഇതേപോലത്തെ ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് കേട്ടോ എടുത്തേക്കുന്നത്. 1/2 ഗ്ലാസ് അരിപ്പൊടി, നല്ല വറുത്ത അരിപ്പൊടി, നമ്മൾ പുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി. 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ, അതല്ലെങ്കിൽ ഇങ്ങനെ കട്ട കിട്ടും. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സാക്കുക, അതിന് ശേഷം വീണ്ടും 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക, ഇനി 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിക്കുക. അങ്ങനെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ 1/2 ഗ്ലാസും കൂടി ഒഴിക്കുന്നുണ്ട്, നന്നായിട്ടൊന്നും കൂടെ കലക്കിയെടുക്കുക. ഇപ്പോൾ നല്ല മാവ് പോലെ ആവും. ഇനി ഇത് നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടി നേരിട്ട് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് നമ്മൾ ഇതേമാതിരി കലക്കിയിട്ട് അരയ്ക്കുമ്പോൾ മിക്സി ജാറിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങ ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതല്ല സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അരച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ കണ്ട കുറച്ച് തിക്കായിട്ടുണ്ട് മാവ്, ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസുമല്ല. നമ്മൾ സാധാരണ വെള്ളയപ്പത്തിൻ്റെ മാവൊക്കെ ഇല്ലേ, ആ അളവുണ്ടാവണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ നേരം വെച്ചാൽ മതി, മാവ് പൊന്തി വരും. അപ്പോൾ നല്ല ഫ്രഷ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊന്തി വരും കേട്ടോ. ഇത് 1/2 മണിക്കൂറൊക്കെ മതിയാവും, മാവ് പൊന്തി വരും. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മൂടി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്, മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ട നല്ല പതഞ്ഞ് പൊന്തിയിട്ടുണ്ട് മാവ്. അപ്പോൾ ഇങ്ങനെ വേണം കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴാണ് ശരിക്കും ആപ്പം നല്ല ഏറ്റൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും, അതുപോലെ നടുവിൽ നല്ല സ്പോഞ്ച് പോലെ വരും. ഇനി നമുക്കിത് ആപ്പം ഉണ്ടാക്കാം. ആപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചെടുത്തതിന് ശേഷം അറ്റത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഓട്ടയായിട്ട് വരില്ലേ, അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഏറ്റൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും, നടുവിൽ നന്നായിട്ട് സ്പോഞ്ച് പോലെ പൊന്തി വരികയും ചെയ്യും. അപ്പോൾ അത് അറ്റൊക്കെ നന്നായിട്ട് ഓട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് വെച്ചാൽ മതി, അപ്പം വെന്ത് കിട്ടും. 1 മിനിറ്റൊക്കെ ആയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ട അറ്റത്തൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നടു നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇതേപോലെ വേണം കേട്ടോ, അപ്പോഴാണ് ആപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗോതമ്പ് ആപ്പം റെഡിയായി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റ്യൂ കൂട്ടിയിട്ടോ അതല്ലെങ്കിൽ ചിക്കൻ കറി കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. ഏറ്റൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നടുവിൽ നല്ല പഞ്ഞി പോലെയുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.